നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ അല്ലേ ഇത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി വരുന്നു, അങ്ങനെ വന്നതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ ജുറോങ് ലേക്ക് ഗാർഡൻ്റെ ഒരു ഭാഗമാണത്. നല്ല ഭംഗിയുള്ള വ്യൂ. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് റീൽസൊക്കെ എടുത്തേ. മോളാണ് ഞങ്ങൾക്ക് എടുത്ത് തരുന്നത്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചൈനീസ് ഗാർഡനിലേക്ക് കിടക്കുകയാണ്. ജുറോങ് ലേക്ക് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ് ചൈനീസ് ഗാർഡനും ജാപ്പനീസ് ഗാർഡനും. ഞങ്ങൾ ചൈനീസ് ഗാർഡൻ്റെ ഗേറ്റിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് വേറെയും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ്ങിൽ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. തലേ ദിവസം ഈ സമയം ആയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെയിലൊന്നും ഇല്ലാത്ത. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നും ആ ഒരു ക്ലൈമറ്റ് ആവുന്നു. പക്ഷെ നല്ല വെയിലായി ഇവിടെ എത്തിയപ്പോൾ. അരുണ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിൽക്കുമ്പോഴല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ ആകാശമൊക്കെ കാണാനായിട്ട്. അത് നമുക്ക് ആ ഭംഗി ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിരുന്നു, നീല ആകാശം, വെള്ള മേഘങ്ങളൊക്കെ ആയിട്ട്. ഈ ബ്രിഡ്ജിനെ വൈറ്റ് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് പറയണത്. ഈ വൈറ്റ് റെയിൻബോ ബ്രിഡ്ജ് കടന്ന് നമ്മൾ എത്തുന്നത് ഗ്രാൻഡ് ആർച്ചിലേക്കാണ്. ഗ്രാൻഡ് ആർച്ച് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിനെ പറയണത്. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ചൈനീസ് ഗാർഡൻ ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത് 1975 അത്രേ. 5 വർഷമായിട്ട് ഇത് അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ചൈനീസ് ഗാർഡനാണ് നമ്മൾ കാണാൻ പോണത്. ഞാൻ 2012 തമൻ ജുറോങ്ങിൽ എത്തിയതാണ്. ആ സമയത്തും ഞാൻ പോയിട്ടുള്ളത് ജുറോങ് ലേക്ക് ഗാർഡൻ മാത്രമാണ്. അന്നും ചൈനീസ് ഗാർഡനും ജാപ്പനീസ് ഗാർഡനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ തലയിൽ കൂടെ സാരി തലപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് വരുന്നത്. അവർ മുന്നോട്ട് പോയി. അപ്പം നല്ല വെയിലുണ്ട്. അപ്പം വരണ വഴിക്ക് എഡിബിൾ ഗാർഡനൊക്കെ കണ്ടു. അവിടെ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോയില്ല വെയിലായതുകൊണ്ട്. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുക്കൽ അന്ന് നടന്നില്ല. ഇനി വേറൊരു ദിവസം പോയി അതൊക്കെ എടുത്തോളാം. ഞാനിപ്പോൾ നടന്നു കയറുന്ന ബിൽഡിങ്ങിൻ്റെ പേര് സ്റ്റോൺ ബോട്ട് എന്നാണ് കേട്ടോ. ഈ ഒരു ബിൽഡിങ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ബോട്ടിൻ്റെ ഒരു ഷേപ്പാണ്. നമ്മുടെ ചുരുളൻ വള്ളത്തിൻ്റെ ഒരു ചുരുളിച്ചില്ലേ, അതാണ് ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കണത്. പിന്നെ ഒരു ജാപ്പനീസ് ടൈപ്പ് ഒരു വീട്, ആ ഒരു ആർക്കിടെക്ചറൊക്കെയാണെന്ന് തോന്നുന്നത്. ചൈനീസ് ജാപ്പനീസ് ആ ഒരു ഇതിലൊക്കെ. ഈ ഒരു സ്റ്റോൺ ബോട്ടിൻ്റെ ചുറ്റും ലോട്ടസ് പോണ്ടാണ്. അപ്പോൾ താമരയൊക്കെ ചിലയിടത്ത് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ മൊത്തം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെന്നാ ഇരിക്കും എന്നറിയില്ല. ഈ ഒരു ഏരിയ എല്ലാതും മാൻമെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ ഒരു പഗോഡ കാണില്ലേ, അതിനെ ക്ലൗഡ് പഗോഡ എന്നാണ് പറയുക. അത് ഏറ്റവും ഉയരം കൂടിയത് ഇവിടുത്തെ. ഞങ്ങളിപ്പോൾ വന്നത് വളരെ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടിനാണല്ലോ മെയിനായിട്ട് വന്നത്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലത്തേക്ക് മാത്രമേ പോയുള്ളൂ. ആ ഒരു ക്ലൗഡ് പഗോഡയുടെ അടുത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല കാറ്റും നല്ല സീനറി അല്ലേ കാണാനായിട്ട്. ഞങ്ങൾ ആ കുറച്ച് നേരം ഇരുന്ന സമയത്ത് തന്നെ 2-3 ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് പോയി. പിന്നെ ലവേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. നന്നായി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ ബിൽഡിങ്ങിനെ ടീ പവലിയൻ എന്നാണ് പറയണേ. ആദ്യം വിചാരിച്ചത് അങ്ങോട്ടൊന്നും പോകണ്ടെന്നാ കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെയും കൂടി പോയിട്ട് വരാമെന്നോർത്ത് അങ്ങോട്ടും പോയി ഞങ്ങൾ. അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ട്. അതിൽ ചേഞ്ച് റോസ് കണ്ടു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ വഴിയിലൂടെയാണ് ജാപ്പനീസ് ഗാർഡനിലേക്ക് പോണത്. ഞങ്ങൾ അവിടെയും പോയില്ല ഇത്തവണ. ഇനി വേറൊരു ദിവസം ജാപ്പനീസ് ഗാർഡനിലേക്കായിട്ട് വരണം. അപ്പോൾ നമ്മൾ ടീ പവലിയനിലോട്ടാണ് കയറുന്നത്. അവിടെ നിന്ന് സ്റ്റോൺ ഹൗസ് കാണാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ.
സ്റ്റോൺ ഹൗസ് അല്ല, സ്റ്റോൺ ബോട്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് മുന്നിലായിട്ട് ബോൺസായി ഗാർഡൻ എന്ന് എഴുതി വെച്ചേക്കണ കണ്ടു. അപ്പൊ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാനൊരു ആകാംക്ഷ. അപ്പൊ ഞാൻ മാത്രം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാമെന്ന് ഓർത്ത് ഞാൻ മാത്രം അങ്ങോട്ട് പോയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഹിൽ പാലസിലെ ഒരു ഏരിയ ആണ് കേട്ടോ. നടുമുറ്റൊക്കെ ആയിട്ടുള്ളൊരു കുളത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ളൊരു ഏരിയയില് അത് പെട്ടെന്ന് ഓർമ്മ വന്ന എനിക്ക്. പക്ഷെ ആ ഒരു ആർക്കിടെക്ചറേ അല്ല അത്. ഈ ബോൺസായി ഗാർഡൻ്റെ ഉള്ളിലത്തെ ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചർ സുഷോ സ്റ്റൈലാണ്, അതായത് ചൈനീസ് സ്റ്റൈലുള്ള ആർക്കിടെക്ചർ. ഇവിടെ ഇൻഡോർ ഗാലറിയിലും ഔട്ട്ഡോർ ഗാർഡനിലും കുറേ അധികം ബോൺസായി കളക്ഷൻസ് ഉണ്ട്. ഇൻഡോർ ഗാലറി ഞാൻ പോയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ വേഗം വീഡിയോ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിൻ പഗോഡയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് ഒരു സൺസെറ്റിൻ്റെ സമയത്ത് അവിടെ എത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് വേഗം ഓടി നടന്നെടുത്തിട്ട് തിരിച്ചുപോയി. ബോൺസായി ഗാർഡൻ്റെ ഉള്ളിൽ ഒരു കറക്കൊക്കെ ഇറങ്ങി ഞാൻ പുറത്ത് കടന്നു. എന്നെ കാത്തവർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിനി പോകേണ്ടത് ടിൻ പഗോഡയിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടെ ഒരു 7:30 ആവും കേട്ടോ ഇരുട്ടാവുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ടിൻ പഗോഡയിലേക്ക് എത്താമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ എത്തി. തിരിച്ചു പോണ വഴിയിൽ ഞാൻ ഈ ഒരു പൂവിനെ കണ്ടു. ഈ പൂവിൻ്റെ പേരാണ് ഗന്ധരാജൻ. ഞാൻ ഈ പൂവിനെ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഗന്ധരാജൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. മരം മീൻസ് വലിയ മരമല്ല, കുറ്റിച്ചെടി പോലെ ഒരുവിധം വലിപ്പമുള്ളത്. അതിൽ മുല്ലവള്ളി ഇങ്ങനെ പടർന്നിട്ട് ആ മുല്ലയും ഈ ഗന്ധരാജൻ പൂവും വിടരുമ്പോഴുള്ള മണം നല്ല മണമായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പൂവിനെ ഒന്ന് മണപ്പിച്ച് നോക്കി.
ഇനി ഞങ്ങൾ ട്വിൻ പഗോഡയിലേക്ക് കയറാൻ പോവാണ്. ചൈനീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു മെയിൻ സംഭവമാണല്ലോ പഗോഡ. ഈ പഗോഡകൾ കൂടുതലായിട്ടും കാണുന്നത് ചൈന, തായ്ലൻഡ്, ജപ്പാൻ, കൊറിയ, മ്യാൻമാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണല്ലേ. ബുദ്ധിസം ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നും അല്ലേ നമുക്ക്. അവരുടെയൊക്കെ ആരാധനാലയങ്ങളൊക്കെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ആ രീതിയിലല്ലേ പണിയാറ്. ഇതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി കാണാം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ശരിക്കും ജുറോങ് ലേക്കിൻ്റെ ആ ഒരു അവിടെ നിന്നുള്ള കാറ്റും പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും ഒക്കെ കൂടി നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പോൾ എല്ലാവരുടെയും ലൈറ്റ് ഇട്ടു കേട്ടോ. ആ ലൈറ്റിൽ സ്റ്റോൺ ബോട്ടും പിന്നെ ടീ പവലിയനും റെസ്റ്റോറൻറ്റും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ജാപ്പനീസ് ഗാർഡൻ എന്തെങ്കിലും പോകണം, പിന്നെ ഇവിടെ സൈക്ലിങ്ങിന് വരണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. 2012 ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സൈക്ലിങ്ങിന് വരാറുണ്ടായിരുന്നു ജുറോങ് ലേക്ക് ഗാർഡനിൽ. ഇത്ര അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടേക്ക് വരാൻ എത്ര വൈകിപ്പോയി. ഇപ്പോഴും അരുണ പറഞ്ഞ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഇത്ര മനോഹരമായ സ്ഥലം കാണാനും അതിൻ്റെ വീഡിയോ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. നിങ്ങൾക്കും ഈ സ്ഥലം ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടാ. ക്യാമറയിലേക്ക് നോക്കല്ലേ. 1 2 3